ായിരുന്നു. ഈ പ്രദേശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളോട് വിനയത്തോടൊരു ചോദ്യം ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ആ മാലിക് ദീനാർ നേടിയ പ്രബോധന വിജയം, പിൻതലമുറക്കാർ നേടിയ പ്രബോധന വിജയം ഇന്നത്തെ ചുറ്റുപാടിൽ എന്തുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നില്ല? ഏത് കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ ആളുകളില്ല, പ്രഭാഷണം നടത്താൻ വേദികളില്ല, സമ്മേളനം നടത്താൻ, ആ സമ്മേളനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ, അതിന്റെ പ്രചാരണം ഏറ്റുപിടിക്കാൻ, അതിന് വാഹനം ബുക്ക് ചെയ്ത് വണ്ടി കയറാൻ അനുയായികളില്ലാതിരുന്നൊരു കാലത്ത്, പത്രങ്ങളും പത്രമാസികകളും പ്രസിദ്ധീകരണങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ അവരിത് നേടിയെടുത്തു? എങ്ങനെ അവർ ഇവിടെ വിജയിച്ചെടുത്തു? ചോദിക്കട്ടെ ഞാൻ. എല്ലാം നമുക്ക് അനുകൂലമാണ്. സാമൂഹിക രംഗത്ത് ഈ പ്രസ്ഥാനത്തിന്റെ ധാർമ്മികമായ മൂല്യങ്ങളെ പ്രസരിപ്പിക്കാനും പ്രജ്വലിപ്പിക്കുവാനും വിഘാതമായി നിൽക്കുന്ന എന്തു പ്രതിസന്ധിയാണ് ഇന്ന് ഇസ്ലാമിക സമൂഹത്തിനുള്ളത്? ചോദിക്കേണ്ട ചോദ്യമല്ലേ മനസ്സാക്ഷിയോട്? ആലോചിക്കേണ്ട മറുപടിയില്ലേ അതിന്? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് സമകാലിക മുസ്ലിം സമുദായം അഭിമുഖീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അസ്തിത്വ പ്രതിസന്ധിയുടെയും അഗാധമായ ഒരു ദാരുണമായ സാംസ്കാരിക വിശ്വാസപരമായ അപജയത്തിന്റെയും കീറാമുട്ടികളെ നമുക്കവിടെ കണ്ടെത്താൻ കഴിയും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ ഒരു ദുരന്തത്തെക്കുറിച്ച്, ആ ഒരു വിഭാഗീയതയെക്കുറിച്ച്, ആ ഒരു വിഭൽസന്ധിയെ കുറിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പൂച്ചുണ്ടുകളെ കൊണ്ട്, അവിടുത്തെ ഹൃത്തടങ്ങളിൽ വഹിയല്ലാതെ മറ്റൊന്നും തന്റെ നാവിലൂടെ പുറത്തു വരാത്ത സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തേ പ്രവാചകൻ പറഞ്ഞത്? എന്റെ സമുദായം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെ കുറിച്ചാണ്. ആദർശമില്ലാഞ്ഞിട്ടല്ല, ആൾബലമില്ലാഞ്ഞിട്ടല്ല, മറ്റുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല. മറിച്ചെന്താണ് മുസ്ലിം സമുദായത്തെ കുഴക്കുന്ന പ്രശ്നം? സതഫ്തരിഖു ഉമ്മതി അലാ 37 മില്ല. എന്റെ സമുദായം ഭാവിയിൽ 73 വിഭാഗങ്ങളായി വേർപിരിയാൻ പോകുന്നു. ചിത്രതയുടെയും വിഭാഗീയതയുടെയും അതുപോലെയുള്ള വിഘടനവാദത്തിന്റെയും വിത്തുകൾ ഈ സമൂഹത്തിൽ കടന്നു വരുമെന്നാണ് പ്രവാചകന്റെ വാക്കുകൾ. എന്തേ അങ്ങനെ റസൂലുള്ള പറയാനുള്ള കാരണം? ഏതു മതത്തെക്കുറിച്ചാണ് റസൂലുള്ള ഇത് പറയുന്നത്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വാൾത്തലപ്പ് കൊണ്ട് മാത്രം സംസാരിച്ച ഔസിനെയും ഖസ്റജിനെയും ഒരേ ആദർശത്തിന്റെ, ഒരേ സന്ദേശത്തിന്റെ കയറിൽ കെട്ടിയിട്ട സയ്യിദുനാ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറയുന്നത് സമുദായത്തിന്റെ ഈ ഒരു ദുരന്തത്തെ കുറിച്ച്? അത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സമകാലികമായ സമുദായത്തിന്റെ അകത്തളങ്ങളിൽ കടന്നു ചെന്നാൽ മാലിക് ദീനാറിന് ഒരു സന്ദേശമേ ഈ രാജ്യത്ത് പറയാനുണ്ടായിരുന്നുള്ളൂ. ആ പ്രബോധക സംഘം ഇസ്ലാമായി ഒന്നു മാത്രമേ ഇവിടെ കൈമാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു നവാഗതന്, ഒരു പുതുമുസ്ലിമിന്, കൺവെർട്ട് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യന് ആശങ്കകൾ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ കവാടത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടാൻ കാലെടുത്തു വെക്കുന്ന ഒരു മനുഷ്യൻ ആശങ്കയോടുകൂടെ തിരിച്ചു പോകുന്നു. എന്തേ കാരണം? ഇസ്ലാമിന്റെ നെയിം ബോർഡ് വെച്ചുകൊണ്ട് ആ ഇസ്ലാമിക സൗദത്തിന്റെ അകത്തളങ്ങളിൽ അനേകായിരം നെയിം ബോർഡുകളാണ് കാണുന്നത്. എല്ലാം ഖുർആനിന്റെയും ഹദീസിന്റെയും പേരിൽ, എല്ലാം ഇസ്ലാമിന്റെ പേരിൽ. ആ ഒരു ദുരന്തം തന്നെയാണ് ഇന്ന് ഇസ്ലാമിക സമൂഹം അഭിമുഖീകരിക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, അങ്ങനെ എന്റെ സമുദായം 73 വിഭാഗമാകുമ്പോൾ കുല്ലുഹും ഫിന്നാർ, കുല്ലുഹും ഫിന്നാർ, അവരൊക്കെയും നരകാവകാശികളാ. ഇല്ലാ മില്ലതൻ വാഹിദ, ഇല്ലാ മില്ലതൻ വാഹിദ. ആ 73 വിഭാഗത്തിൽ ഒരു വിഭാഗം, ഒരു മില്ലത്ത്, ഒരു ടീം, ഒരു സമൂഹം, ഒരു സമുദായം, അവർ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അവർ പോകുന്നത് ഹിദായത്തിന്റെ വഴികളിലൂടെയാ. അവർ സഞ്ചരിക്കുന്നതും അവർ കടന്നു ചെല്ലുന്നതും അവരെത്തിപ്പെടുന്നതും സമ്പൂർണമായ സൗഖ്യ പൂങ്കാവനത്തിലാ. ആരാ പറയുന്നത്? റസൂലുള്ളയാണ്. ആരോടാ പറയുന്നത്? അവിടുത്തെ അനുയായികളോടാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ ആശങ്കയോടെ അനുയായികൾ ചോദിച്ചു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ, മൻഹും യാ റസൂലല്ലാഹ്, മൻഹും യാ റസൂലല്ലാഹ്. ഈ ആദർശത്തിന്റെ പാർശ്വങ്ങൾ മുറുകെ പിടിച്ച 73 വിഭാഗമായി ഭിന്നിക്കുന്ന സമൂഹത്തിനിടയിൽ ആദർശത്തിന്റെ കരുത്തുമായി നിലകൊണ്ട് ആ വിഭൽസന്ധിയിൽ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വർഗം പോകുന്ന സൗഭാഗ്യവാന്മാരാരാണ് റസൂലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം നിങ്ങൾ ആലോചിക്ക്. നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ ഇന്ന് അഭിമുഖീകരിക്കുന്നു.
ആ ഒരു പ്രതിസന്ധിയോട് വിവിധങ്ങളായ രൂപത്തിലാണ് ഇന്ന് സമുദായം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലർ തീരുമാനിച്ചു എല്ലാം വയറ്റുപഴപ്പിനുള്ളതാ. മുമ്പ് ഒതായിലൊക്കെ മുസ്ലിയാക്കന്മാര് മാത്രമേ വയറ്റുപഴപ്പിന് വേണ്ടി കാര്യങ്ങൾ പറയാറുള്ളൂ. മുസ്ലിയാക്കന്മാരോതുന്ന ബുഖാരിയും മുസ്ലിയാക്കന്മാരോതുന്ന ഖുർആനും അവർ പറയുന്ന പാതിരാവയലും അവരോതുന്ന മൗലിദുകളും അവരോതുന്ന മന്ത്രിച്ചൂത്തുകളും അവരോതുന്ന ജിന്നുകഥയും അവർ പറയുന്ന പിശാച് കഥയുമൊക്കെ അവരുടെ വയറ്റുപഴപ്പിനും അവരുടെ കുടുംബം പോറ്റാനും അവരുടെ കുട്ടികളെ കെട്ടിക്കാനുമുള്ള മാമൂലുകളാണെന്ന് പലരെയും ചൊല്ലിപ്പഠിപ്പിച്ചിരുന്നു. അല്ലേ? മനസ്സാക്ഷിയോട് ചോദിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ആ ഒരു പ്രതിസന്ധിയോട് ഇന്നൊരു വിഭാഗം വദായിലും അത് രണ്ടായി പിളരുന്ന ഘട്ടം വന്നപ്പോൾ കുറെ കാലത്തിനു ശേഷം അലവി മൗലവിയുടെയും അതുപോലെ കൂട്ടായി അബ്ദുള്ള ഹാജിയുടെയും ഒക്കെ പുത്തൻ നവോത്ഥാനം സിരകളിൽ ഏറ്റെടുത്ത് പുതിയ നവോത്ഥാനത്തെ സ്വീകരിച്ച വദായിയിലെ മധ്യവയസ്കരും കാരണവന്മാരുമായ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ന് വദായിലും രണ്ട് ചിത്രതകൾ കടന്നു വന്നു. രണ്ടല്ല, വിവിധങ്ങളായ ഭിന്നതകൾ. ഒരു ആ പ്രസ്ഥാനം പിളരുമ്പോൾ രണ്ടോ മൂന്നോ അല്ല, തോന്നുന്നവർക്ക് തോന്നിയതൊക്കെ പറയാവുന്ന ഒരസ്തിത്വ പ്രതിസന്ധിയിലേക്ക് അത്തരം നവോത്ഥാനങ്ങൾ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞത് ഒരു വിഭാഗം ഈ പ്രതിസന്ധിയെ നോക്കിക്കാണുന്നത് എല്ലാം പിഴവെന്നാണ്. എല്ലാം സ്വന്തം കാര്യത്തിന്, അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി സംഘടിച്ച സംഘടനകളിൽ നിന്ന് സ്വന്തമായി വിമോചനം നേടാൻ പലരും ശ്രമിക്കുകയാണ്. ചിലർ പറയുന്നു നമ്മുടെ തലക്ക് യോജിച്ചത്, നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചത് അതുമാത്രം എടുക്കാം, ഒരു ഗ്രൂപ്പിനെയും നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നിടത്ത് ഈ സമുദായത്തിൽ ഒരു വിഭാഗമുണ്ട്. മറുവിഭാഗം ആളുകൾ ആരാണ്? സമുദായത്തിലെ വിവിധങ്ങളായ സംഘടനകളിലേക്ക് ഓഹരി വെക്കപ്പെടുകയും അതുപോലെ അംശയിക്കപ്പെടുകയും അങ്ങനെ അവരവരുടേതായ സാമ്രാജ്യത്വത്തിലും അവരുടേതായ താവളങ്ങളിലും അവരുടേതായ ലോകത്തും വിരാജിക്കുന്ന പല സഹോദരന്മാരും. അങ്ങനെ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? മൂന്നാമത്തെ വിഭാഗം ആളുകൾ ഇവിടെ ഇതൊന്നും പറയാൻ പോലും പാടില്ല, ഇന്ന് സമൂഹത്തിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് ചിന്തിക്കുന്ന മൂന്നാമത്തെ വിഭാഗം. ചോദിക്കട്ടെ സഹോദരന്മാരെ, റസൂലുള്ള പറഞ്ഞതല്ലേ ഈ പ്രതിസന്ധി? റസൂലുള്ള ചൂണ്ടിക്കാണിച്ചതല്ലേ ഈ പ്രതിസന്ധി? ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം പ്രവാചകൻ തന്നെ പറഞ്ഞു തരുന്നു. എന്താണ് ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം? 72 നരകത്തില, ഇല്ലാ മില്ലത്തും വാഹിദ, ഏക വിഭാഗം, ഏക സമൂഹം, അവരാണ് സ്വർഗത്തിൽ. സ്വാഭാവികമായ സംശയം കടന്നു വന്നു. സ്വഹാബ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാ പ്രവാചകരെ? ആ ഭാഗ്യവാന്മാർ, ആ സൗഭാഗ്യവാന്മാർ, ആ സന്തോഷ ജീവിതത്തിന്റെ വക്താക്കൾ ആരായിരിക്കും പ്രവാചകരെ? അവർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് പറയുമ്പോൾ സ്വഹാബ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാ പ്രവാചകരെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രതിസന്ധിക്ക് മുമ്പിൽ വിശ്വാസികൾക്ക് വഴികാട്ടിയാകുന്ന ഒരു വലിയ സന്ദേശം കൈമാറുന്നു. ആരാണ് ആ സ്വർഗാവകാശികൾ? ആരാണ് ആ സ്വർഗത്തിന്റെ ഉടമകൾ? റസൂലുള്ള പറഞ്ഞു. റസൂലുള്ള എന്തു പറഞ്ഞില്ല? അവർ അഹ്ലുൽ കിതാബി വസ്സുന്ന എന്ന് പറഞ്ഞില്ല. എന്താണ്? അവർ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചവരാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? ആ 73 വിഭാഗവും അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും അവരൊക്കെ മൂല്യപ്രമാണമായി ഉയർത്തിക്കാണിക്കുന്നത് ഖുർആനായിരിക്കും. അവരൊക്കെ ഖുർആൻ അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരായിരിക്കും. ഖുർആൻ മുറുകെ പിടിക്കണമെന്നും ഖുർആനാണ് പ്രമാണമെന്നും പറയുന്നവരായിരിക്കും എന്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളും. അതുകൊണ്ട് തന്നെ ഖുർആൻ മുറുകെ പിടിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസ് അവിടെ വേർതിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ള ഖുർആൻ പിടിക്കുന്നവരെന്ന് മറുപടി പറഞ്ഞില്ല. അതുപോലെ തന്നെ